ഗൈസ് അപ്പം നമ്മൾ എക്സിബിഷന് വന്നേക്കാണ്. അപ്പം ഗൈസ് നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ ചിന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് മുന്നേ എക്സിബിഷന് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ലല്ലോ, നമുക്ക് കല്യാണവും പിന്നെ തിരക്കൊക്കെ വന്നല്ലോ. അതുകൊണ്ട് നമ്മൾ പോയിണ്ടായിരുന്നില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇരുന്നതാണ്. അപ്പോൾ അതേ ചിന്നുവൊക്കെ വന്നപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചു പകുതി സ്റ്റോളൊക്കെ പോയിട്ടുണ്ടെന്ന്, പക്ഷെ പോയിട്ടൊന്നുമില്ല കേട്ടോ. എക്സിബിഷൻ കഴിയാറായപ്പോഴാണ് നല്ല ബാഗൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാ ഞങ്ങൾ ഇട്ടുണ്ടാകുന്ന. പിന്നെ നമ്മൾ ഈ പഴയ കാലത്തെ മിഠായികൾ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടാകുന്നു കേട്ടോ അവിടെ നമ്മൾ എല്ലാ പ്രാവശ്യവും കയറാറുണ്ട്. ഈ മിഠായികളൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. വെറൈറ്റി മോഡൽ മിഠായികളും ഈ ഐസ്ക്രീം പോലത്തെ മിഠായി, സിഗരറ്റ് പോലത്തെ മിഠായിയൊക്കെ, അങ്ങനത്തെ കുറച്ച് മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി. എക്സ്പെൻസീവ്. താങ്ക് യു. നിന്റെ പേര് പറയുന്ന ഒരു കമന്റ് ഇടാം. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു പുളിയുള്ള മിഠായിയാണ് കൊടുന്നതെന്നുണ്ടെന്ന് ചിഞ്ചു. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. ഒരു പുളിയുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതേ സ്റ്റോളുകൾ ഇങ്ങനെ കണ്ട് കണ്ട് തീരുന്നില്ല. ഡ്രസ്സൊക്കെ നോക്കി, കോട്ട് സെറ്റ് ഡ്രസ്സുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചിന്നു കഴിച്ചാ? നമ്മൾ എക്സിബിഷന് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങളും. അപ്പം ഞങ്ങളിത് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പനങ്കൽക്കണ്ട അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സാധനം. അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി നമ്മൾ റൈഡിൽ കയറാനുള്ള ഒരു പ്ലാനിലാട്ടോ. നമ്മൾ എക്സിബിഷന് വന്നത് തന്നെ റൈഡിൽ കയറാണ്. എക്സിബിഷനിൽ കയറി പിന്നെ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല, കാരണം നമുക്ക് കുറേ ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഈ അലുവയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അച്ചാർ എല്ലാ കൊല്ലം അവിടെ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട് കേട്ടോ എക്സിബിഷനിൽ നിന്ന്. അപ്പം ഞങ്ങൾ അത് നോക്കാനായിട്ട് പോയത്. അപ്പം അച്ചാറിൻ്റെ സ്ഥലം എത്തണില്ല, കുറേ ഡ്രസ്സുകൾ. എക്സിബിഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കുറേ സ്റ്റോളൊക്കെ പോയി. കാരണം ഇവിടെ ഭയങ്കര പൈസയാണ്. 100 രൂപയുള്ള സാധനം കൂടെ 500 രൂപ. ഫൈനലി നമ്മുടെ അച്ചാറിൻ്റെ സ്ഥലം എത്തിയിട്ടാ. അടിപൊളി അച്ചാറുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങളെല്ലാ കൊല്ലം അച്ചാർ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. അതിൽ നല്ലോണം ഉപ്പ് ഉണ്ടാവും, കാരണം നാശാവാതിരിക്കാനാന്ന് തോന്നുന്നു. നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാതിൽ നിന്ന് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ചിന്നു ടേസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഭയങ്കര ഉപ്പാണ് എന്നൊക്കെ പറയും. പിന്നെ ഒരു ഞങ്ങളവിടെ നിന്ന് ഒരു 3-4 തരം അച്ചാറൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഈ സാധനം കണ്ട നെല്ലിക്കയുടെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയാനുള്ള. നമ്മള് എന്തിനാ വന്നത്? ഞങ്ങളവിടുന്ന് മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ അച്ചാറും പിന്നെ അതുപോലെ മാങ്ങയുടെയും പിന്നെ എന്തോ വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടാകുന്നു കേട്ടോ. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടാകുന്നു കേട്ടോ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. പിന്നെ നമ്മൾ നെല്ലിക്ക അവിടെ നിന്ന് തന്നെ കഴിച്ചുകൊടുക്കും. ഭയങ്കര ഇഷ്ടമായിട്ട് ഈ നെല്ലിക്ക. ഇതിന് എന്താ തേൻ നെല്ലിക്ക എന്ന് അങ്ങനെ എന്താണ് പറയാം. നല്ല മധുരമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഐസ്ക്രീം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നല്ല വെറൈറ്റി മോഡലിൽ നല്ല പിൻട്രസ്റ്റ് വൈബിൽ അവരാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു അക്വേറിയം കണ്ടപ്പോൾ നമ്മൾ അവിടേക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാറുണ്ട്. അവിടെ മത്സ്യകന്യക ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പം നോക്കുമ്പോൾ അപ്പുറത്തും നമ്മൾ ഇടയിൽ കൂടെ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തൊക്കെ അത് നല്ല ഭംഗിയുണ്ടാകുന്നുണ്ട് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേ മത്സ്യകന്യക വന്നു. എനിക്ക് ടാറ്റയും ലവൊക്കെ കാണിച്ചു, പ്ലേയിങ് കിസ്സൊക്കെ തന്നിട്ടാ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു. അപ്പം നല്ല രസം ഉണ്ടാകുന്നുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മളിത് കുറേ മീനുകളുണ്ടാകുന്നു കേട്ടോ അവിടെ. എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ ബജ്ജി മെയിനാണല്ലോ. അപ്പം നമ്മളിത് ബജ്ജി കഴിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ചമ്മന്തി ഇത് പൂവെന്നൊക്കെ പറയുന്നുണ്ട് അവർ. അപ്പം നമ്മൾ ബജ്ജി കഴിച്ചപ്പോൾ കായ ബജ്ജി അല്ല മുളക് ബജ്ജി നല്ല എരിവ് വന്നിട്ട്. അവർ ഈ കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. മുളക് ബജ്ജിക്ക് നല്ല എരിവ് ഉണ്ടാകുന്നു. പിന്നെ കുറച്ചുകൊണ്ട് നടന്നപ്പോൾ ദേ അവിടെ പാവ് ബജി കണ്ടു കേട്ടോ. അപ്പം നമ്മൾ അതൊരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ചിഞ്ചുവിന് അതിൽ കയറണം എന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല എന്നുകൊണ്ട് കയറിയ ആളാണ് കേട്ടോ. പക്ഷേ ചിഞ്ചു ലാസ്റ്റ് ഓളിട്ട് കരഞ്ഞു. ഇനി നമുക്ക് പലതരം ഓളികൾ കേൾക്കാട്ടാ. ഞാനും പേടിച്ചു കേട്ടോ ഗൈസ് മുകളിലെത്തിയപ്പോൾ.
നമ്മളെ അടിയിൽ നോക്കുമ്പോൾ എത്രയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അതിൻ്റെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കിളിയൊക്കെ പറന്ന് എങ്ങോട്ടൊക്കെ പൂട്ടാം. ഞാനവിടെ കിടന്ന് ഭയങ്കര ഓളിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ കിടന്ന് ഓളിയിടായിരുന്നു ഗൈസ്. ചിന്നന് പേടിയില്ല കേട്ടോ ഗൈസ്, പക്ഷെ എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടാകുന്ന റൈഡൊക്കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗൈസ് എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ബോറടിക്കും. പുറത്തേക്ക് കിടക്കാൻ വഴിയില്ല. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വേണം പോവാനായിട്ട്. എല്ലാതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ചിന്നോ. ഏറ്റവും വലിയ എക്സ്പീരിയൻസ് കരഞ്ഞു ഗൈസ്. ഇങ്ങോട്ട് നോക്കട്ടെ നോക്കാം. അങ്ങനെ ഗൈസ് എക്സിബിഷൻ നമ്മൾ കണ്ടു. അമ്മയ്ക്ക് പേടിയായ ഞാൻ ഓളിട്ടപ്പോ ചിരി വന്നു. അങ്ങനെ എനിക്കും ചിന്നുണി ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. കടലയുടെ സാധനം നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പൊ ഞാനും ചിന്നു അത് എവിടെ പോയാലും വാങ്ങൂട്ട. എങ്ങനെയുണ്ട്? വീട്ടിലെത്തിട്ടോ. ചിഞ്ചു എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കേറാണ്ട് പേടിച്ചിരുന്ന ആളാട്ടാ. അപ്പൊ നമ്മള് എല്ലാവരും പോയി കേറാ. ഇതില് മാത്രം കേറാ. എല്ലാവരും മസ്റ്റായിട്ട് കേറാ എല്ലാവരും. അപ്പൊ ഓക്കെ.